ശബരിമല യുവതീ പ്രവേശനത്തിൽ ബിജെപിയുടെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്ത്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് ബിജെപിയുടെ മുൻ അധ്യക്ഷനും രാജ്യസഭാ എംപിയുമായ വി മുരളീധരൻ. ദേശീയ ചാനൽ ചർച്ചയിലാണ് മുരളീധരന്റെ നിലപാട്. വിശ്വാസികളായ യുവതികൾക്ക് സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റും പോലീസുമെന്ന് വി മുരളീധരൻ. വിഷയത്തിൽ തുടർ കലാപങ്ങൾ ബിജെപി കേരളത്തിൽ ഉയർത്തുന്നതിനിടെയാണ് മുരളീധരന്റെ പ്രതികരണം. There is no issue. I don't say that if women wanted to enter as a devotee and the police gave the protection, it was the duty of the police, it is the duty of the state. Yes. And it was the duty of the state to obey the order of the Supreme Court. ശ്യാം ചേരുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശിവപ്രസാദ്, ഇപ്പോൾ നമ്മൾ കേട്ടത് മുരളീധരന്റെ വാക്കുകളാണ്. ദേശീയ ചാനൽ ചർച്ചയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇരട്ടത്താപ്പ് നയം വീണ്ടും ബിജെപിയുടെ ഭാഗത്തുനിന്നും പുറത്തു വന്നിരിക്കുകയാണ്. യുവതീ പ്രവേശനത്തിൽ സർക്കാർ എല്ലാ രീതിയിലുമുള്ള സൗകര്യം ഒരുക്കണമെന്ന രീതിയിലുള്ള പ്രതികരണം വന്നിരിക്കുന്നു. എന്താണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രിയ, ശബരിമല യുവതീ പ്രവേശനത്തിൽ ബിജെപിയുടെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനും രാജ്യസഭ എംപിയും കൂടിയായ വി മുരളീധരന്റെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഇന്നലെ ഒരു ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യത്തിൽ ബിജെപിയുടെ നിലപാട് തന്റെ വാക്കുകളിൽ കൂടി വി മുരളീധരൻ പ്രകടമാക്കുകയും ചെയ്തത്. പ്രധാനമായും വിശ്വാസികളെ ഭക്തരായി എത്തുന്ന സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ ഇത്തരത്തിൽ ദേശീയ ചാനൽ നൽകിയ വാക്കുകളിൽ കൂടി ആദ്യം അദ്ദേഹം വ്യക്തമാക്കിയത്. തുടർന്ന് ഇതിന് സംരക്ഷണം നൽകേണ്ടത് പോലീസാണ്, ഇതിന് സ്റ്റേറ്റിനും പോലീസിനും ഉത്തരവാദിത്തമുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രധാനമായും ഇത്തരത്തിൽ ബിജെപിയുടെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് ഇത്തരത്തിൽ വി മുരളീധരൻ എംപിയുടെ ഈ വാക്കുകളിൽ കൂടി തന്നെ പ്രകടമാകുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ യുവതീ പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപി അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വി മുരളീധരൻ ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ സുപ്രീം കോടതി വിധി മാനിച്ചുകൊണ്ട് ബിജെപി നേതാക്കളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു. പിന്നീട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു അക്രമ സംഭവങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഒരു ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വി മുരളീധരൻ ഇപ്പോൾ ബിജെപിയുടെ നിലപാട് വീണ്ടും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും ഭക്തരായ സ്ത്രീകൾ ശബരിമലയിൽ എത്തുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും ഇതിൽ ഭരണഘടനാ ബാധ്യതയാണ് നിർവഹിക്കുന്നതെന്നുമായിരുന്നു വാക്കുകൾ ആവശ്യത്തിൽ ഈ ഒരു വാക്കുകളിൽ കൂടി ഊന്നി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിലേക്ക് വരുമ്പോൾ ഈ നിലപാട് തന്നെയായിരിക്കും ബിജെപിയുടെ നിലപാട്. നേരത്തെ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ അടക്കമുള്ളവർ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. യുവതീ പ്രവേശനത്തിൽ എതിർക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഇത്തരത്തിൽ ബഹിരാകാശത്ത് വരെ സ്ത്രീകൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ യുവതീ പ്രവേശനത്തെ അംഗീകരിക്കുക എന്നായിരിക്കുന്നു കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ അടക്കമുള്ളവരുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സർക്കാരിന്റെ മുദ്രാവാക്യം തന്നെ അതാണെന്നും ഇത്തരത്തിൽ വാക്കുകളെ ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയും തന്റെ യുവതീ പ്രവേശനത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ ബിജെപി വീണ്ടും കേന്ദ്രവും സംസ്ഥാനവും വീണ്ടും ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് പ്രകടമാക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയ, ശ്യാം, നമുക്കറിയാം ഈ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തിയ ബിജെപി നേതാക്കളെ നമ്മൾ കണ്ടതാണ്. ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ നേതൃത്വം അടക്കം ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. കേരള ഘടകത്തിലെ നേതാക്കളും ഇതിനെ പിന്തുണയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് രാഷ്ട്രീയ മുതലെടുപ്പിനായി ഇവർ നിലപാടുകൾ മാറ്റുകയും ഇതിനെ അനുകൂലിക്കാതെ പ്രതികൂലിക്കുകയും നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വർഗീയ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഓരോ നേതാക്കളും ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ ഇപ്പോൾ വി മുരളീധരന്റെ ഭാഗത്തു നിന്നും വീണ്ടും മാറ്റിക്കൊണ്ട് ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇവർ ഓരോ സമയത്തും ഓരോ അഭിപ്രായം പറയുന്നു, ഓരോ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നു. ഇത്തരത്തിൽ ഇവർ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ആസൂത്രിതമായി കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം മാറ്റുക, കേരളത്തെ ഒരു വലിയൊരു പോർക്കളമായി മാറ്റുക, ഇതൊക്കെ തന്നെയല്ലേ ഇവരുടെ ലക്ഷ്യം? ഈ നിലപാട് മാറ്റത്തിലൂടെ ഇവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? പ്രിയ സൂചിപ്പിച്ചതുപോലെ ശബരിമല യുവതീ പ്രവേശനത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ബിജെപി ഇതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ബിജെപി നേതാക്കൾ കളം മാറ്റി ചവിട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധിയെ ആദ്യം സ്വാഗതം ചെയ്ത നേതാക്കൾ പിന്നീട് മലക്കം മറിയുകയായിരുന്നു. പ്രധാനമായും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയുടെ നിലപാടുകളെല്ലാം തന്നെ
കേരള സമൂഹം കണ്ടതുമാണ്. ആ നിലപാടിലേക്കായിരുന്നു പിന്നീട് BJP നേതാക്കളെല്ലാം മാറിമറിയുകയും ചെയ്ത് പിന്നീട് ഇത്തരത്തിൽ ഈ ഒരു യുവതി പ്രവേശനം എന്ന വിഷയം ഊന്നിക്കൊണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ കലാപാസൃതമായ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ കലാപങ്ങളിലേക്ക് വഴിതിരിയുന്ന ഒരു സാഹചര്യവും കേരളം കാണുകയുണ്ടായി. എന്തായാലും ഇത്തരത്തിൽ BJP നേതാക്കളുടെ നിലപാടുകൾ പിന്നീട് സുപ്രീം കോടതി വിധിക്ക് എതിരായും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളിലേക്കും ഊന്നിയുള്ള കാഴ്ചകളിലേക്കായിരുന്നു പിന്നീട് പോയത്. ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വരെ ഇത്തരത്തിൽ കേരളത്തിലുടനീളം സംഘപരിവാർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ട പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വി മുരളീധരൻ ഒരു ദേശീയ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ ഇത്തരത്തിൽ BJPയുടെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രകടമാണ് BJP വീണ്ടും കളം മാറ്റി ചവിട്ടിയിരിക്കുന്നുവെന്ന് തന്നെ ഇതിൽ തന്നെ പ്രകടമായിരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന വി മുരളീധരന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. പ്രധാനമായും ഇത്തരത്തിൽ ഭരണഘടന വിശ്വാസികളായ സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നതിൽ തെറ്റില്ല, ഇവർക്ക് സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ്, ഭരണഘടന നിർവഹിക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥരാണ്. ഇതെല്ലാം തന്നെ പറയുന്നത് ഇത്തരത്തിൽ യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും വി മുരളീധരന്റെയും BJP നേതാക്കളുടെയും മനസ്സിലുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രകടമാകുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ദേവദാസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ദേവദാസ്, വീണ്ടും BJPയുടെ ഇരട്ടത്താപ്പ് നയം പുറത്തു വന്നിരിക്കുന്നു. അതിന്റെ അതെന്താണെന്ന് ഉടൻ തന്നെ കേൾപ്പിക്കുന്നതായിരിക്കും. സംഭവം ഇതാണ്, വി മുരളീധരൻ MP ഒരു ദേശീയ ചാനൽ നൽകിയ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നു, ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ സ്ത്രീകൾക്ക് അവിടെ ദർശനത്തിനെത്തുന്ന യുവതികൾക്ക് എല്ലാ രീതിയിലുമുള്ള സഹായം ചെയ്തു നൽകണം, അത് സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. I would like to put the issue straight. See, the thing is, there is no issue. I don't say that if women wanted to enter as a devotee and the police gave the protection, it was the duty of the police, it is the duty of the state. Yes. And it was the duty of the state to obey the order of the Supreme Court. ശ്രീ ദേവദാസ്, വി മുരളീധരൻ MPയുടെ വാക്കുകൾ താങ്കൾ കേട്ടു എന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, അക്രമങ്ങൾ, കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നശിപ്പിച്ചുകൊണ്ട് കേരളത്തെ ഒരു കലാപഭൂമി ആക്കി മാറ്റാനുള്ള BJPയുടെ ശ്രമം, സംഘപരിവാറിന്റെ ശ്രമം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എന്തിന്റെ പേരിലാണ് എന്ന് നമുക്കും അറിയാം. ശബരിമലയെ സംരക്ഷിക്കാൻ, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കരുത്, അത് ആചാര ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ അക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വി മുരളീധരൻ MPയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരും പോലീസും അവർക്ക് എല്ലാ രീതിയിലുമുള്ള സഹായം ചെയ്യണം, അത് സർക്കാരിന്റെയും പോലീസിന്റെയും ബാധ്യതയാണെന്ന്. അപ്പോൾ ഇതിലൂടെ എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഇത്തരത്തിൽ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇത് എന്താ പറയാ, ആദ്യം മുതൽ സെപ്റ്റംബർ 28 കോടതി വിധി വന്നപ്പോൾ ദേശീയ നേതൃത്വമായ അമിത്ഷായും എല്ലാം ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ടത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ്. അതിനാണ് മോഡി എല്ലാം നിന്നത്. പക്ഷേ കേരളത്തിൽ ഒരു തരത്തിലും ഭരണത്തിൽ കയറാൻ പറ്റില്ല എന്നുള്ളിടത്ത് ഇവർ കൂടി 3 ദിവസം കഴിഞ്ഞ് ശ്രീധരപ്പിള്ളയും മറ്റ് പിള്ളമാറും ഗോപാലകൃഷ്ണന്മാരും എല്ലാം കൂടി കാണുന്നു കേരളത്തിൽ ഒരു പ്രത്യേക അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഈ കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പിടിച്ചു നിൽക്കണ്ടെങ്കിൽ ഇവിടെ ഒരു കലാപഭൂമിയാക്കി നോർത്ത് ഇന്ത്യ പോലെ ഒരു രക്തച്ചൊരിച്ചലാക്കി ആ കലക്ക് വെള്ളത്തിൽ മീന് പിടിച്ച് ഈ ലോക്സഭയിലും അടുത്ത അസംബ്ലിയിലും ഭരണത്തിൽ കയറാമെന്നുള്ള എല്ലാം കള്ളപ്രചരണം വഴി കൊടുത്തിട്ട് പൊട്ടന്മാരായ നോർത്ത് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലെ മോഡി ചായമാരെ വിശ്വസിപ്പിച്ച് അവരുടെ പണം വാങ്ങാനുള്ള ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു കേരള നേതൃത്വത്തിൻ്റെത്. അതാണ് രാജഗോപാലൻ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ 99 തന്നെ ആദ്യത് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം. ഇപ്പൊ ഉള്ളിസുര മുമ്പില് എരുമുടിക്കെട്ട് താഴെ എറിയുന്ന സുരേന്ദ്രൻ കോഴിക്കോട് വെച്ച് വിധി വന്ന ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ, സ്ത്രീകൾ കയറുന്നതാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് മാറിച്ചവിട്ടി. ഉദിത് രാജ് മിഞ്ഞാന്ന് BJP MP ഫ്രം ഡൽഹി, അതാണ് ദേശീയ നേതൃത്വത്തിലെ MP ആണ് പറയുന്നത് സ്ത്രീകൾ കയറേണ്ട, സ്ത്രീകൾക്ക് എന്ത് അശുദ്ധിയാണുള്ളത്, ഗർഭപാത്രത്തിൽ അമ്മമാരായി ഞങ്ങളെ പ്രസവിച്ച് ഞങ്ങൾക്ക് ഏത് അശുദ്ധിയാണ് അവർക്കുള്ളത്, ഈ പുണ്യാഹം നടത്തിയത് ആരാണെന്ന് BJP MP ആണ് ചോദിക്കുന്നത്. ഈ മൊണ്ണന്മാരായ ഇത് പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ അത് ചെലവാവില്ല. സ്ത്രീ ജനങ്ങളുടെ ജെൻഡർ ഇക്വാലിറ്റിനെ ബാധിക്കുന്നതാണ്, അവരുടെ വോട്ട് ബാങ്ക് ആ സ്ത്രീകളെ പോകും എന്നുള്ളിടത്ത് അയോധ്യ, കർത്താർപൂർ കോറിഡോർ, ഈ ശബരിമല, ഈ കുംഭമേള, മുത്തലാഖ് വെച്ച് ഇനി
എല്ലാം പോയി. ഇത് വെച്ചിട്ട് കളിച്ച് ഹിന്ദു രാഷ്ട്രീയം കളിച്ച് കലാപമുയർത്തി അത് വഴിയുള്ള വോട്ട് തേടി അടുത്ത ഭരണത്തിലേക്ക് കയറാൻ വേണ്ടി അവർ എന്തും ചെയ്യുന്നുള്ള നോർത്ത് ഇന്ത്യന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പൈസ വാങ്ങി കുരക്കുന്ന നായ്ക്കളെ പോലെയുള്ളവരാണ് ഇവർ എന്ന് കാണിച്ചില്ല. എന്തും ചെയ്യുന്നു. കേരള ജനത വളരെ ശ്രദ്ധിക്കണം. ഒരു ഫോട്ടോ ഇത് നിയമവാഴ്ച ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നലെ കേരളം രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ബുലന്ദ് ശഹർ കൊന്നവന 100 ദിവസം കഴിഞ്ഞിട്ടാ ഇന്നലെ പിടിച്ച. മഴ കൊണ്ട് കൊത്തി സബ് ഇൻസ്പെക്ടർ, എന്നിട്ട് വെടിവെച്ച് കൊന്നു. എന്തിന്? അഖ്ലാഖിന്റെ ഈ ഇത് തല്ലിക്കൊന്നത് കേസെടുത്ത സബ് ഇൻസ്പെക്ടറെ ഗൂഢാലോചന ചെയ്തിട്ടാണ് അത് ചെയ്തത്. കലാപമുയർത്തി ഇവിടെ കലാപമുയർത്തി പലയാളെയും ടാർഗറ്റ് ചെയ്ത് കൊല്ലും. പാർട്ടി ഓഫീസുകൾക്ക് എറിയുമ്പോൾ തിരിച്ചേറിൽ ഒരാൾക്ക് ഏറ് കിട്ടി മരിച്ചെന്ന് പറഞ്ഞ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്നലെ കലാപമുയർത്ത രാഹുൽ ഈശ്വറും കൂട്ടരും ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് എറിഞ്ഞു കൊന്നുകൊണ്ടാണ് ഹർത്താൽ. അതിനു മുമ്പെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്കേരിയനാണ് ഹർത്താൽ. ഇവർ ആരുടെയും പക്ഷത്താണെന്നും ഈ അതാണ് ഈ രണ്ട് താപ്പ് ഒന്നുമില്ല. BJPക്ക് ഒന്നും ഫേസ്ലെസ് ആണ്. നാണവും മാനവും ഇല്ലാണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഡൽഹിയിൽ എത്തുമ്പോൾ ഒരു വാക്ക്, ഇവിടെ എത്തുമ്പോൾ വേറെ വാക്ക്. അതിന് കൂട്ടുപിടിക്കുന്നത് കോൺഗ്രസിന്റെ ചെന്നിത്തലയും കൂട്ടരും നാണം കെട്ടിട്ട്. അതാണ് ഓർഡിനൻസിൽ 2 KPCC പറയുന്നത് വേറെ. മുത്തലാഖിൽ കോലീബി സഖ്യം രൂപപ്പെടുന്നതിന്റെ ഇതിലാണ് മുത്തലാഖിൽ കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്യാണ്ടിരുന്നത്, മുത്തലാഖിൽ ഒഴിഞ്ഞു മാറിയത്. പക്ഷെ ഓർഡിനൻസ് ഇറക്കണം എന്ന് പറഞ്ഞ്, എന്നാൽ അയോധ്യയിൽ ഓർഡിനൻസ് ഇറക്കുമ്പോൾ ഇതേ മുസ്ലിം ലീഗും കോൺഗ്രസും ഇതിനെ അനുകൂലിക്കുമോ? ഇവിടെ അതാണ് ഈ ദേശീയ ഇന്ന് എല്ലാം വെളിവാകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടത് കലാപത്തിനുള്ള പണം കൈപ്പറ്റിയിരിക്കുന്നു അമിത്ഷാന്റെ അടുക്കെന്നും. ഇത് ഗുജറാത്ത് ബുലന്ദ് ശഹർ, മുസഫർപൂർ 2013 പോലെ UPയിലും കലാപമാർത്തിയിട്ടാണ് 74 സീറ്റ് UPയിൽ നേടിയത്. അത് കേരളത്തിൽ 20 സീറ്റിൽ നേട്ടമിട്ടുകൊണ്ട് ഗുണ്ടകൾക്ക് വേണ്ടി പൈസ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ് 2 ദിവസമായി കലാപ വ്യാപാരികളെ അടിക്കുക. പെണ്ണുങ്ങളെ, നിങ്ങളെ കൈരളി ചാനൽ ഷാജിലെന്നെല്ലാം മുടിക്ക് കുത്തിന് പിടിച്ചും അടിച്ചും പാവം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദയനീയ കാഴ്ച. മാധ്യമ പ്രവർത്തകരിലെ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുക. അവർക്കൊന്നും ഇന്നലെ 2 മാത്രം ഇല്ലാണ്ട് ഉളുപ്പില്ലാണ്ട് മൊണ്ണൻ നായർ പറയുന്ന കേട്ടില്ല. ഉളുപ്പ് തന്നെ അതിന് പറ്റിയ ഒരു പെരുന്ന നായരും കൂടിയപ്പോൾ 2 തീ പിടിച്ച് ഹനുമാന്റെ വാലിന് തീ പിടിച്ച് ലങ്കേനെ കത്തിക്കുന്ന പോലെ കേരളത്തെ കത്തിക്കാനാണ് നോക്കുന്നത്. വളരെ ശക്തമായ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കടുത്ത നിയമങ്ങൾ കൊണ്ട് തന്നെ മണിച്ചിത്രത്തായിട്ട് തന്നെ പൂട്ടണം ഈ കലാപകാരികളെ. അല്ലെങ്കിൽ കേരളം യോഗി ആദിത്യനാഥ്, മോഡി, ഈ അമിത്ഷാ പോലെയുള്ള ത്രയങ്ങളുടെ ഇതിൽ ഞങ്ങളെ കേരളത്തിന്റെ അവരുടെ വക്കാലത്തും പൈസയും വാങ്ങിയിട്ട് കലാപത്തിന് കോപ്പുകൂട്ടാൻ ഗുണ്ടകളെ റൗഡി സേവന സംഘിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി രാഷ്ട്രീയ സേവാ സംഘ് എന്ന ദേശീയ നേതൃത്വം കേരളത്തിലാവുമ്പോൾ അത് വെറും ഒരു റൗഡി സേവന സംഘമായി മാറിക്കൊണ്ട്. എന്തിന്? സ്ത്രീകൾക്ക് കയറാൻ പറ്റും. കോടതി വിധിയാണ് ഇവർ. കോടതി അലക്ഷ്യമാണ്. 3 മാസത്തിനുള്ളിൽ 7 സംസ്ഥാന ബന്ധും 56ഓളം ലോക്കൽ ബന്ധും നടത്തി കാണിച്ചു തന്ന ഇതിന് ഉളുപ്പില്ലാത്തവർക്ക് പിന്നെ എന്ത് വന്നതിന്? ദേശീയ രാഷ്ട്രീയത്തിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ മറ്റേ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിയമം എടുക്കേണ്ടതെന്നും, മലയാളത്തിൽ പറയുമ്പോൾ ഇവിടെ കലാപത്തിന് ആഹ്വാനവും ഇത് കൊടുക്കുന്ന നേതാക്കളാണ് BJPക്കുള്ളത്. വേറെ ഒന്നും കൂടി, ഇതേ നേതാവ് തന്നെയാണ് സുരേഷ് ഗോപി മറ്റേതും പോയിട്ട് രാജ്നാഥ് സിംഗിനെ കാണുകയും ചെയ്തത്. സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കണം, ഇവർക്ക് വിശ്വാസം സംരക്ഷിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്നിട്ട് അതേ ആൾക്കാരാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് കോൺഗ്രസും കൂടി ചേർന്ന് ഗവർണറെ കാണുന്നത്, റിപ്പോർട്ട് തേടുന്നു. എന്താ പറയുക, ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 58 പോലെ പിരിച്ചുവിടാൻ നോക്കുന്ന ഗവേഷണം നടത്തുന്നതാണ്. ഈ ജനകീയ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ആ ഗൂഢാലോചനയുടെ ഫലവും കൂടിയാണ് ശബരിമല. അല്ലേ ഇവർക്ക് എന്ത് വിശ്വാസം വന്നതിന്? വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ലേ അവിടെ പോകുന്നത്. ഇപ്പോൾ ഉള്ള വിശ്വാസികളാണ് നിയമവാഴ്ച വന്നപ്പോൾ. പക്ഷെ അതിൽ കറുത്ത മുണ്ടിട്ട റൗഡികളും കയറി, റൗഡി സേവന സംഘവും കയറി. എന്താണ് ചെയ്യുക? ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് മുതലാക്കിക്കൊണ്ട് ഈ 14 വരെ ഈ പൊറോട്ട നാടകം തുടങ്ങും. അതിനുശേഷം സർക്കാർ സ്ട്രിക്റ്റ് ആയിട്ട് എടുത്ത് മതിയാവും. 100ഓളം KSRTC ബസ്, ജനങ്ങളുടെ ബസ്സുകൾ തകർക്കും, വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കും, സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്നു. എവിടെ എത്തി സ്ഥിതി? അതാണ് ആ കലാപവും UPയെ പോലും
എന്നാൽ ബുലന്ദ്ശഹറിൽ സബ് ഇൻസ്പെക്ടറെ വെട്ടിക്കൊന്നിട്ടും വെടിവെച്ച് കൊന്നപ്പോൾ ഇവർ എന്തുകൊണ്ട് ഇതേ കലാപം അവിടെ നടത്തിയില്ല? അതാണ് ഇത്. ഇപ്പോൾ പറയുന്നു പലതരം ഈ റീസൺസ് പറയുന്നു. ശ്രീധരൻ നായർ കൊച്ചിയിലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തുന്ന വഴിയാണ് ഇവർ കലാപം, രക്തച്ചൊരിച്ചൽ, സ്ത്രീകളെ സ്ത്രീകളെ ഇന്നലെ പിടിച്ചോ മാനഭംഗപ്പെടുത്തുന്ന കണ്ടില്ലേ? ഒരു പോലീസ് ഓഫീസറെ KSRTC-കാരനെ അടിച്ച് അവന്റെ ഭാര്യയെ പിടിക്കുന്ന ഒരു ആണുങ്ങളാണ്. ആണുങ്ങൾ പോലീസുകാർ പോലും തൊടാൻ പറ്റൂല ഒരു ക്രിമിനൽ സ്ത്രീകളെ പോലും. അവിടെയാണ് പരസ്യമായിട്ട് പിടിക്കുന്നത്. എടപ്പാളിൽ വെച്ച് ബൈക്കിലെത്തിയ ഗുണ്ടകളെ എറിഞ്ഞ് ഓടിച്ചു വ്യാപാരികളും ആൾക്കാരും കൂടി സാഹി കേട്ടിട്ട്. അതിൽ നിന്നും പാഠം പഠിക്കൂല. ഇവർ ഉളുപ്പില്ലാണ്ട് കലാപത്തിന് ഇറങ്ങിത്തിരിക്കുന്നു. അതാണ് അവിടെ കിടന്ന് ഏതോ ഒരു ശിവരാജൻ, ഏത് ആൾക്കറിയില്ല, തെങ്ങ് കയറാൻ പോണെന്ന് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനത്തെ ക്രിമിനൽസ് ആണ് അവിടെ കിടന്ന. ഫ്രൂട്ട് ജ്യൂസും കഴിച്ച് 15-16 ദിവസം കിടന്ന ശോഭാ സുരേന്ദ്രൻ അതിന് പറ്റി 150 ദിവസം വരെ കടന്നോളും. തിന്നിട്ട് അവിടെ കൊഴുത്ത് കിടക്കുന്ന കുറെ എണ്ണം. കേന്ദ്രത്തിന്റെ പൈസ വാങ്ങി എല്ലാ ജില്ലയിലും 5 കോടിയുടെ ജില്ലാ ഓഫീസുകൾ തുറക്കുന്നു, 1000 കോടിയുടെ കേന്ദ്ര ഓഫീസുകൾ തുറക്കുന്നു. ഡിമോണിറ്റൈസേഷൻ വഴി കള്ളപ്പണവും എല്ലാം ഇവരുടെ കയ്യിലേക്ക് വെളുപ്പിച്ചിട്ട് എത്തിയിരിക്കുന്നു. അത് വെച്ചിട്ട് കേരളത്തിൽ കലാപം നടത്തേണ്ട മാർഗമാണ് ഇത്. അതിനുള്ള ഈ എന്ത് പറയണമെന്ന് പോലും അറിയാണ്ട് ഉഴലുന്നോണ്ടാണ് ഡബിൾ സ്റ്റാൻഡേർഡിൽ ഡൽഹിയിൽ വെച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോൾ. ദേവദാസാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ദേവദാസാണ് നമ്മളോട് പ്രതികരിച്ചത്. വീണ്ടും ശ്യാമപ്രസാദിലേക്ക് പോവുകയാണ്. ശ്യാമപ്രസാദ്, നമുക്കറിയാം ഈ വിധി സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ നടത്തിയ നേതാക്കളാണ് ഇവരെല്ലാം. പിന്നീടാണ് ഇവരുടെ ചുവട് മാറ്റുന്നത്, നിലപാട് മാറ്റുന്നത്. ഇതിനെ എതിർത്തുകൊണ്ട് രാഷ്ട്രീയപരമായി ഇതിനെ മുതലെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർ നിലപാട് മാറ്റുകയായിരുന്നു. നമുക്കറിയാം PS ശ്രീധരൻപിള്ള ഇതിനെ ഒരു സുവർണ അവസരമാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുകയും ശബരിമലയുടെ പേരിലുള്ള അക്രമ സംഭവങ്ങളെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനെ ഒരു സുവർണ അവസരം എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ സുവർണ അവസരമായി എടുക്കുകയും ആ രീതിയിൽ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇവർ സത്യത്തിൽ ഇവരുടെ നിലപാട് ഇപ്പോൾ ദേവദാസ് സൂചിപ്പിച്ച പോലെ അതിലൊരു പ്രസക്തമായ കാര്യം അത് തന്നെയാണ്. മറ്റൊരു ദേശീയ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ V മുരളീധരൻ MP പറഞ്ഞിരിക്കുന്നു സർക്കാരും പോലീസും വേണ്ട സൗകര്യങ്ങൾ ഇവർക്ക് നൽകണമെന്നാണ്. എന്താണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? എപ്പോഴും ചുവടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ഒരു രീതി ഇതിലൂടെ എന്താണ് വ്യക്തമാക്കേണ്ടത്? മറ്റൊരു അയോധ്യ ഭൂമിയാക്കാനാണോ കേരളത്തിനെ മാറ്റാനുള്ള ശ്രമമാണോ ഇവർ നടത്തുന്നത്? പ്രിയ, ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതി വിധി ആദ്യം വന്ന ഒരു പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ BJP നേതാക്കളെല്ലാം തന്നെ ഈ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നീട് ഇതിൽ മലക്കമറിയുകയും ചെയ്തു. പ്രധാനമായും ഈ സമയത്തെ ശബരിമല തീർത്ഥാടനം ഉൾപ്പെടെയുള്ളവ സജീവമായിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. ഈ സമയത്ത് തന്നെ ഇത്തരത്തിൽ BJP നേതാക്കൾ ആദ്യം തന്നെ വിധിയെ സ്വാഗതം ചെയ്തവർ പിന്നീട് കളം മാറ്റി ചവിട്ടുകയായിരുന്നു. ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിശ്വാസികൾ എത്തുമ്പോഴേക്കും ഇത്തരത്തിൽ കാര്യങ്ങളിൽ കൂടുതൽ സജീവമായി നിലനിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ തങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇവർ പദ്ധതികൾ ആദ്യഘട്ടത്തിൽ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഇതിന് ശബരിമല കേന്ദ്രീകരിച്ചും സന്നിധാനം കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ പദ്ധതികളെല്ലാം തന്നെ വിഭാവനം ചെയ്യുന്നതിലേക്ക് BJPയും സംഘപരിവാർ പ്രവർത്തകരും ആദ്യം തന്നെ തിരിയുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ശബരിമല കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ നിലയ്ക്കൽ കേന്ദ്രീകരിച്ചുമുള്ള ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും അത് പ്രതിഷേധങ്ങൾക്കും എല്ലാം തന്നെ BJP സംഘപരിവാർ പ്രവർത്തകർ പദ്ധതിയിട്ട് തുടങ്ങുന്നത്. ഈ സമയത്ത് തന്നെയായിരുന്നു യുവതീ പ്രവേശനത്തിൽ വിധി മാനിച്ചുകൊണ്ട് ഭരണഘടനാ ബാധ്യത നിറവേറ്റാനുള്ള ഒരു വിശ്വാസം മുതലെടുത്തുകൊണ്ടും ഇത്തരത്തിൽ യുവതികൾ എത്തുകയും ഇത്തരത്തിൽ യുവതികൾ സന്നിധാനത്തേക്ക് പ്രവേശിക്കാനായിട്ട് എത്തുകയും ചെയ്തത്. ഇവിടെയാണ് BJPയുടെ അക്രമ പരമ്പരകൾ തുടങ്ങുകയും പുതിയൊരു അയോധ്യ സൃഷ്ടിക്കാനുള്ള സംഘടിത ശ്രമങ്ങൾക്ക് ഇവിടെ കോപ്പുകൂട്ടുകയും ചെയ്തത്. എന്നാൽ ഇത്തരത്തിലുള്ള സംഘടിതമായ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ കോപ്പ് കൂട്ടുമ്പോൾ BJP ലക്ഷ്യം വെച്ചിരുന്നത് മറ്റൊരു ലക്ഷ്യം കൂടിയായിരുന്നു. അയോധ്യ കൂടാതെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഇത്തരത്തിൽ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാനത്തിനെതിരെ ഇത്തരത്തിൽ സർക്കാരിനെതിരെ തിരിഞ്ഞുകൊണ്ട് ജനങ്ങളെ തിരിക്കുക എന്നായിരുന്നു പ്രധാനമായും ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. അതിന് തന്നെ പ്രകടമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ഇത്തരത്തിൽ ശബരിമല തീർത്ഥാടന കാലത്ത് തന്നെ ഇത്തരത്തിൽ യുവതികൾ ശബരിമലയിലേക്ക് ഈ ഭരണഘടനാ ബാധ്യത നിറവേറ്റിക്കൊണ്ട് എത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിലെല്ലാം തന്നെ ഇത്തരത്തിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കുന്നത് കേരള സമൂഹം കണ്ടതാണ്. അതിൽ പ്രധാനമായും ഇത്തരത്തിൽ BJP പ്രവർത്തകർ ആഹ്വാനം ചെയ്തത് ഇത്തരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുൻ ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്ത, നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് V മുരളീധരൻ MP, BJP നേതാവ് V മുരളീധരൻ MP ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചർച്ചയിൽ അദ്ദേഹം നടത്തിയ പ്രതികരണമാണ്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ശബരിമല യുവതീ പ്രവേശനത്തിൽ
സർക്കാരും പോലീസും അവിടെ എത്തുന്ന സ്ത്രീകൾക്ക് സൗകര്യമൊരുക്കുക, സുപ്രീം കോടതി വിധി അനുസരിക്കുക എന്നത് സർക്കാരിന്റെയും പോലീസിന്റെയും ബാധ്യതയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. I would like to put the issue straight. See, the thing is, there is no issue. I don't say that if women wanted to enter as a devotee and the police gave them protection, it was the duty of the police, it is the duty of the state. Yes. And it was the duty of the state to obey the order of the Supreme Court. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, വി മുരളീധരൻ എംപിയുടെ വാക്കുകളാണ് കേട്ടത്. ബിജെപിയുടെ ഇരട്ടത്താപ്പ് നയം വീണ്ടും പുറത്തു വരികയല്ലേ ഇതിലൂടെ, അതല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇത് തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം കോടതി വിധി സെപ്റ്റംബർ 28 വന്നപ്പോൾ കോടതി വിധിക്കുന്നതിന് അടിസ്ഥാനമായത് RSSന്റെ വിഭാഗത്തിന്റെ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 12 കൊല്ലക്കാലത്തെ. അത് കേസ് വിധിയായിട്ട് വന്നപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള BJP RSS നേതാക്കളും കേരളത്തിലെ BJP RSS നേതാക്കളും വിധിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് പിന്നീട് അവർ മാറ്റിയിട്ട് വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു എന്നുള്ള പ്രചാരവേല യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ രാത്രി വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, ഒരു നീക്കമാണ്. അതേ തലത്തിലേക്കാണ് മുരളീധരൻ MP ഇപ്പോൾ ആ നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് ആവശ്യമായ സംരക്ഷണം ഗവൺമെന്റിന് നൽകാൻ ബാധ്യതയുണ്ട്, ചുമതലയുണ്ട്, അത് നിർവഹിക്കണം എന്ന് തന്നെയാണ് സ്ത്രീ പ്രവേശനത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സ്ത്രീ പ്രവേശനത്തിന്റെ ഭാഗമായിട്ട് കലാപം നടത്തുക, അർദ്ധ സൈനിക വിഭാഗത്തെ പോലെ ആയുധമേന്തിയിട്ടുള്ള സംഘം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിഞ്ഞാടുക, അങ്ങനെ ഒരു ഭാഗത്ത് അഴിഞ്ഞാട്ടം നടത്തുമ്പോഴും മറുഭാഗത്ത് BJP നേതൃത്വം തന്നെ ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സംരക്ഷണം ആവശ്യമുണ്ട് എന്ന നിലപാട് ദേശീയാടിസ്ഥാനത്തിലുള്ള മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യാം. ഇത് അവരുടെ ഇരട്ടത്താപ്പ് പകൽ വെളിച്ചം പോലെ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തതയുള്ള നിലപാടടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, വിശ്വാസികളുടെ പേരിൽ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, വിശ്വാസികളും അവിശ്വാസികളും തമ്മിലാണ് തർക്കം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്, അത് നമുക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഒരു കോപ്രായമാണ് ഈ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായിട്ട് മുഴുവൻ മനുഷ്യരും ഈ കാര്യം കൃത്യമായിട്ട് തിരിച്ചറിയും. ആ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നായി മുരളീധരന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി ജനങ്ങൾ മനസ്സിലാക്കുമെന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകൾ ഇപ്പോഴും തുടരുകയാണ്. വിവിധ ജില്ലകളിൽ ജനങ്ങൾ വലിയ ഭീതിയിൽ, ഭീകര അന്തരീക്ഷം എല്ലാ ഇടത്തും സൃഷ്ടിച്ചുകൊണ്ട്, അക്രമ പരമ്പരകൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ ഓരോ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ദേശീയ മാധ്യമത്തിന് വി മുരളീധരൻ MP ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് അവിടെ ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതോ അവിടെ അവർ ദർശനം നടത്തുന്നതോ ഒന്നുമല്ല എന്ന് വ്യക്തമാവുകയല്ലേ വീണ്ടും വീണ്ടും. ഇവർ പറയുന്നത് ആചാര ലംഘനം നടത്തുന്നു, അതിനെതിരെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഇത് പറഞ്ഞ് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് വലിയൊരു കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം അതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് തന്നെയാണ് തീർച്ചയായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ BJPയുടെ ശബരിമല പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് തോറ്റ് തുന്നമ്പാടി കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ജീവൻ കുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയും അവരെ മുമ്പിലില്ല. അപ്പോഴാണ് അക്രമത്തിൽ നടക്കുന്നത്. ഈ അക്രമം അവരുടെ പരാജയത്തിന്റെ പടുകൂടിയിലേക്ക് അവർ നീങ്ങിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ് അവരുടെ സമരം. ജനങ്ങൾ തള്ളിക്കളഞ്ഞ സമരം ഇനി ജനങ്ങളുടെ പേരിൽ നടത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയുധധാരികളായിട്ട് RSSകാരാണ് അതിന്റെ മുമ്പിലുള്ളത്, ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ്. ആ ക്രിമിനലുകളാണ് ഈ കേരളത്തിൽ ഇങ്ങോളം അവിടെ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം ആസൂത്രിതമായ നീക്കം നടത്തിയിട്ടുള്ളത്. സ്ത്രീകളെ പ്രവേശിപ്പിക്കണം കൊണ്ടുള്ള നിലപാടും BJPയുടെ നേതൃത്വം തന്നെ MP-മാർ ഉൾപ്പെടെ ശക്തിയായിട്ട് വാദിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അതാണ് ഉദിത് രാജ് ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതും അത് തന്നെയാണ്. ഉദിത് രാജ് MP-ആണ്. അദ്ദേഹം പറഞ്ഞത് എല്ലാ സ്ത്രീകളും അശുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു കഴമ്പില്ല. കാരണം സ്ത്രീകൾ നിന്നാണ് പുരുഷന്മാർ ഉൾപ്പെടെ ഉണ്ടാവുന്നത്. അപ്പൊ അവർക്ക് സ്ത്രീകൾ ഈ പറയുന്ന രീതിയിൽ ഐക്യം പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ ഈ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയിട്ടുള്ള സംവിധാനത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ RSSന്റെ BJPയുടെ ഒരു
പ്രദേശത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും മറുഭാഗത്ത് ഇവിടെ സംവിധമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗോൾഡ് ഇടപെടുകയും ചെയ്യുന്ന അവസരവാദപരമായ സമീപനത്തെ തിരിച്ചറിയുന്നുണ്ട്, തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ സമരം ഒറ്റപ്പെട്ടു പോയ സമരത്തിന്റെ ഭീകരമായ രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതൊന്നും വിജയത്തിന്റെ ലക്ഷണമല്ല, കൃത്യമായ അടയാളമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. പടയ്ക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സ്ത്രീവിരുദ്ധ ഹർത്താലിനിടെ RSSും BJPയും നടത്തിയ അക്രമങ്ങളെ അപലപിച്ച് സ്വാമി അഗ്നിവേശ്. അക്രമ സംഭവങ്ങളിൽ കോടതി അലക്ഷ്യത്തിന് സ്വമേധയാ കേസെടുക്കാൻ സുപ്രീംകോടതി തയ്യാറാകണമെന്ന് സ്വാമി അഗ്നിവേശ് ആവശ്യപ്പെട്ടു. സ്ത്രീ പ്രവേശനത്തിന്റെ പേരിൽ ശബരിമല നടയടച്ച തന്ത്രിമാരുടെ നടപടി കോടതി അലക്ഷ്യമാണെന്നും അഗ്നിവേശ് പറഞ്ഞു. തൊട്ടുകൂടായ്മ ആചരിച്ച ഇവരെ ജയിലിലടയ്ക്കണമെന്നും സ്വാമി അഗ്നിവേശ് പീപ്പിൾ TVയോട് പ്രതികരിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് പിന്നാലെയുണ്ടായ അക്രമ സംഭവങ്ങൾ കൃത്യമായ അജണ്ടയോടെയാണ്. ശബരിമല ആചാര സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ വേരുറപ്പിക്കാനാകുമെന്നായിരുന്നു BJPയും RSSും പ്രതീക്ഷിച്ചത്. എന്നാൽ ഇവരുടെ തന്ത്രം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഈ തന്ത്രം പരാജയപ്പെട്ടതോടെയാണ് കേരളത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടതെന്ന് സ്വാമി അഗ്നിവേശ് പറഞ്ഞു. They see their Waterloo in God's own country, that is Kerala. They thought that using this Kerala so-called tradition, they will be gaining a foothold. And I think that in their desperation, they are resorting to violence, which is most condemnable. അക്രമ സംഭവങ്ങൾ അപലപനീയമാണ്. ഇന്ത്യൻ ഭരണഘടനയോട് തന്നെയാണ് ഈ അക്രമികൾ കുറ്റം ചെയ്യുന്നത്. കോടതി അലക്ഷ്യത്തിന് സ്വമേധയാ കേസെടുക്കാൻ സുപ്രീം കോടതി തയ്യാറാകണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്രമികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ പ്രവേശനത്തിന് പിന്നാലെ ശബരിമല നടയടച്ച പ്രവൃത്തിയെയും സ്വാമി അഗ്നിവേശ് വിമർശിച്ചു. കോടതിയലക്ഷ്യ നടപടിയാണ് തന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശുദ്ധിക്രിയ എന്ന പേരിൽ തൊട്ടുകൂടായ്മ ആചരിക്കുകയാണ് തന്ത്രിമാർ ചെയ്തത്. ഇത് ഭരണഘടനയുടെ 17ാം അനുച്ഛേദ പ്രകാരം ക്രിമിനൽ കുറ്റമാണ്. 1989 SC/ST ആക്ട് പ്രകാരമുള്ള കുറ്റവും ഇവർക്ക് മേൽ ചുമത്തി ജയിലിലടക്കണമെന്നും സ്വാമി അഗ്നിവേശ് ആവശ്യപ്പെട്ടു. Prevention of Atrocities Act 1989 that must be invoked against each one of these people. They should be sent to jail. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുകയും വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്ത സർക്കാർ നടപടിയെ പ്രശംസിക്കാനും അഗ്നിവേശ് തയ്യാറായി. കേരളത്തെ കലാപഭൂമിയാക്കാൻ ശബരിമല വിഷയത്തെ ഉപയോഗിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് സ്വാമി അഗ്നിവേശിന്റേത്. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല യുവതീ പ്രവേശനത്തിൽ BJP നിലപാട് തള്ളി കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ. യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനെ എതിർക്കാനാകില്ല. സ്ത്രീകൾ ബഹിരാകാശത്ത് പോകുന്നു. അപ്പോൾ അവർക്ക് ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് കയറാനാകില്ലെന്നും വിധി മാനിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പാസ്വാൻ. വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, എന്താണ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? കേന്ദ്രമന്ത്രി കൂടി ശബരിമല യുവതീ പ്രവേശനത്തെ അനുവദിച്ചുകൊണ്ട് തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ബീഹാറിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ BJPയുടെ നിലപാട് പൂർണ്ണമായി തന്നെ അദ്ദേഹം തള്ളിയിരിക്കുകയാണ്. BJP NDAയുടെ കേന്ദ്രമന്ത്രിയായ ലോക് ജനശക്തി നേതാവ് കൂടിയായ രാംവിലാസ് പാസ്വാനാണ് സജീവമായി തന്നെ ശബരിമല യുവതീ പ്രവേശനമായി അനുവദിക്കണം, അതിൽ തന്നെ യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കണമെന്ന നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നത് എതിർക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. സ്ത്രീകൾ ഈ കാലത്ത് ബഹിരാകാശത്ത് പോകുന്നു. ആ സാഹചര്യം ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ബഹിരാകാശത്ത് പോകുന്ന കാലഘട്ടം ഉണ്ടാവുന്നു. എന്നിട്ട് ആ സാഹചര്യം ഉണ്ടായിട്ടും ഇന്ത്യ എത്രയാണ് പിന്നോട്ട് പോയിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും തന്നെ BJPക്കുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. BJPയെ ചോദ്യം ചെയ്ത തരത്തിലേക്കാണ് രാംവിലാസ് പാസ്വാന്റെ നിലപാടുകൾ എടുത്തിരിക്കുന്നത്. അദ്ദേഹം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നതാണ് സർക്കാരിന്റെ മുദ്രാവാക്യം. പക്ഷെ അത് ഇവിടെ പ്രാവർത്തികമാകുന്നില്ല എന്ന നിലപാടും അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുണ്ട്, ബഹിരാകാശ സ്ത്രീകൾ സഞ്ചരിക്കുന്നു, എന്നിട്ടും ഒരു ക്ഷേത്രത്തിൽ ഒരു സ്ത്രീക്ക് പ്രവേശനം അല്ലെങ്കിൽ യുവതിക്ക് പ്രവേശനം അനുവദിക്കുന്നില്ലെങ്കിൽ അത് എന്ത് തരത്തിലുള്ള ഒരു അസമത്വം തന്നെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞ സുപ്രീം കോടതി വിധി പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. വിധി വന്നു 2 യുവതികൾ ശബരിമലയിൽ കയറുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു.
വിധി മാനിക്കാൻ സർക്കാർ തയ്യാറാക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. കാരണം വിധി മാനിക്കാൻ തന്നെ BJP സർക്കാർ തയ്യാറാക്കണം. കേരള സർക്കാർ അതിനുവേണ്ടി നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അതിനുവേണ്ട എല്ലാ സജ്ജീകരണം ഒരുക്കി നൽകണമെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര മന്ത്രി ഈ വിഷയത്തിൽ എന്തായാലും നല്ലൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അത് NDA ഉള്ളിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സജീവമായി തന്നെ ശബരിമല യുവതീ പ്രവേശനം അനുവദിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ NDA ഉള്ളിൽ തന്നെയുള്ള ഒരു കേന്ദ്ര മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അതിന് പുറമെയാണ് BJPയുടെ V മുരളീധരൻ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. BJP V മുരളീധരൻ പറഞ്ഞത് നമ്മൾ നേരത്തെ വാർത്തയാക്കിയതാണ്. കാരണം നിരവധി പേർക്ക് പല വ്യക്തികളും തന്നെ കേന്ദ്രത്തിനകത്ത് തന്നെ ഇതിൽ ശക്തമായി തന്നെ ഭിന്നതയുണ്ടായിരുന്നു. കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തന്നെ സുപ്രീം കോടതി വിധി മാനിക്കുന്നു എന്ന് തന്നെയായിരുന്നു BJPയുടെയും കോൺഗ്രസിന്റെയും ആദ്യഘട്ടത്തിലുള്ള തീരുമാനം. ഇതിനെ തുടർന്ന് അത് രാഷ്ട്രീയമായി തന്നെ അതൊരു വോട്ട് ബാങ്ക് ആക്കി മാറ്റാനുള്ള ശ്രമമായിരുന്നു BJPയും കോൺഗ്രസ് നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചാഞ്ചാട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ് ശബരിമല യുവതീ പ്രവേശനവുമായി രംഗത്ത് വന്ന സമയത്ത് അതിൽ എന്ത് നിലപാട് സ്വീകരിക്കാമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായി തന്നെ ഒരു ഉറപ്പും തന്നെ കോൺഗ്രസിനും BJPക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പൊ ആ സാഹചര്യം ഉണ്ടായിട്ട് കൂടി തന്നെയാണ് കേന്ദ്ര മന്ത്രി കൂടിയായ രാംവിലാസ് പാസ്വാൻ ഇങ്ങനെ ഒരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും രാംവിലാസ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നു, ബഹിരാകാശത്തായി ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ പോകുന്നു, പിന്നെ എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു അമ്പലത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് അദ്ദേഹം സമൂഹത്തിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രിയ ഹരീഷ്, അതായത് കൂടുതൽ കേന്ദ്രമന്ത്രിമാർ BJP നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ തള്ളിക്കൊണ്ട് രംഗത്ത് എത്തുന്ന ഒരു സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 2 യുവതികൾ പ്രവേശിച്ചതിന് പിന്നാലെ നിരവധി കേന്ദ്രത്തിലെ BJP നേതാക്കൾ തങ്ങളുടെ അനുകൂലമായ തീരുമാനങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സ്ഥിതി. കൂടുതൽ നേതാക്കൾ ഈ ഒരു വിധിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായും സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാട് ഒരു തരത്തിലും ചാഞ്ചാടും നിലപാട് തന്നെയാണ്. 4 ഘട്ടത്തിൽ തന്നെ ഈ ശബരിമല യുവതീ പ്രവേശനം അനുകൂലിച്ചുകൊണ്ടുള്ള സെപ്റ്റംബർ 28 വിധി പ്രസ്താവം വന്ന സമയം തൊട്ട് തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വം ഇതിനെ സ്വാഗതം ചെയ്തിരുന്നു. അതേ കടത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസും ഉണ്ടായിരുന്നത്. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ വിഷയത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും തുടർന്ന് അത് രാഷ്ട്രീയ ബാങ്കാണ്, രാഷ്ട്രീയ വോട്ട് ബാങ്കാണെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിനെ ഒരു നിഗൂഢമായ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയത്. അത് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. കാരണം അതിൽ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ കോൺഗ്രസിന്റെ സംഭവം തന്നെ വലിയ വാർത്ത തന്നെയാണ്. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനും അതുപോലെ തന്നെ മുല്ലപ്പള്ളി ഒരു MP കൂടിയാണ്, വടകരയിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം പോലും അറിയാതെ UDFിലെ 7 MPമാർ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി സമയം ചോദിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ അതിനെതിരെ അദ്ദേഹം രംഗത്ത് വരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അറിയാതെയാണ് ഇങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നത്. ഞാനും ശശി തരൂരും AK ആന്റണിയൊന്നും തന്നെ ഈ പരിപാടി, ഈ പറഞ്ഞ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പൊ UDFിനകത്തും ഈ വിഷയത്തിൽ ഭിന്നതയുണ്ടെന്ന് വ്യക്തമാണ്. അതേ സാഹചര്യമാണ് BJP അകത്തുള്ളത്. BJPയുടെ V മുരളീധരൻ ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ശ്രീധരൻപിള്ള എത്ര തവണ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു എന്നുള്ളതെല്ലാം വലിയ ചർച്ചാ വിഷയമായ കാര്യം തന്നെയാണ്. കാരണം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു നിലപാടും ആദ്യമേ തന്നെ കോൺഗ്രസിനും BJPക്കും ഉണ്ടായിരുന്നില്ല. അത് വ്യക്തമായ കാര്യം തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഇപ്പോൾ എന്തായാലും NDA ഘടകകക്ഷിയായിട്ടുള്ള ലോക ജനശക്തി നേതാവ് രാംവിലാസ് പാസ്വാൻ കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനം അംഗീകരിക്കാത്തത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്നലെ നിരവധി സ്വാമിമാരും ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു സമീപനം ശബരിമല യുവതീ പ്രവേശനം അനുവദിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ എന്തായാലും സംസ്ഥാന നേതൃത്വം നിലപാടനുസരിച്ച് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ വോട്ട് ബാങ്ക് ആക്കാം എന്നുള്ള ഒരു മുതൽക്കൂട്ട്, അതിനൊരു മുതലാക്കി മാറ്റുക, അതിനൊരു മാക്സിമം ചൂസ് ചെയ്യുക, അതിനെ ഉപയോഗിക്കുക എന്നൊരു നിലപാട് തന്നെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പല സമരങ്ങളും പല അക്രമ സംഭവങ്ങളും നടപ്പിലാക്കുന്നത്. ഈ അക്രമ സംഭവങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന നിലപാടും എന്തായാലും BJPയുടെ ഭാഗത്തുണ്ടാവുന്നു. ഇന്നലെയും ദില്ലിയിൽ നടന്ന ഈ പ്രക്ഷോഭത്തിനിടെ മാധ്യമങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതിനെ ശക്തമായി തന്നെ മാധ്യമങ്ങളിൽ തന്നെ നല്ല രീതിയിൽ വാർത്ത വരണമെങ്കിൽ ഒരു പക്ഷേ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് പറ്റൂ എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ് BJPക്ക്. അതോടൊപ്പം തന്നെയാണ് BJPയുടെ ഘടകകക്ഷിയായിരിക്കുന്ന ആൾക്കാർ കൂടി ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്കാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി പേർ ഈ വിഷയം വന്നത് തൊട്ട് വരെ 2 പേർ ശബരിമല യുവതി ദർശനം നടത്തിയതിനു ശേഷം തന്നെ എന്തായാലും ഇതിനെതിരെ നിലപാട് ആദ്യം തന്നെ ഒരു ചാഞ്ചാട്ടമുള്ളൂ. അതായത് ശബരിമല യുവതീ പ്രവേശനം അനുവദിക്കുന്ന നിലപാടുള്ളവർ പല ഭയം കൊണ്ടും ഈ കാര്യം നിലപാട് വ്യക്തമാക്കിയത്. പക്ഷേ എന്നാൽ തുടർ ദിവസങ്ങളിൽ കൂടുതൽ പേര് ഇങ്ങനെ ഒരു വിഷയവുമായി സജീവമായി തന്നെ രംഗത്ത് വരുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രിയ, ശരി, ശബരിമല യുവതീ പ്രവേശനത്തിൽ ഇപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാനും രംഗത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഹരീഷ് നൽകിയത്. ഇടവേള.
സ്ത്രീവിരുദ്ധ ഹർത്താലിന്റെ മറവിൽ സംഘപരിവാർ പ്രവർത്തകർ കാസർഗോഡ് ബായാറിൽ ബൈക്ക് യാത്രക്കാരൻ മൂസക്കുഞ്ഞിയെ വളഞ്ഞിട്ട് മൃഗീയമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. അതീവ ഗുരുതര നിലയിൽ മൂസക്കുഞ്ഞിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൈക്കയിൽ സിപിഐഎം പ്രവർത്തകൻ അച്യുതനെ ഹർത്താൽ അനുകൂലികൾ മൃഗീയമായി ആക്രമിച്ചത് വീട് വളഞ്ഞാണ്. കാസർഗോഡ് ബായാറിൽ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന മൂസക്കുഞ്ഞി എന്ന കരീമിനെ സംഘപരിവാർ പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. കൈകളിൽ വടികളും മാരകായുധങ്ങളുമായി റോഡിലൂടെ സംഘമായി നീങ്ങുമ്പോഴാണ് RSS BJP പ്രവർത്തകരുടെ മുന്നിൽ കരീം എത്തിപ്പെട്ടത്. തുടർന്ന് കരീമിനെ സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വിദൂര ദൃശ്യങ്ങൾ CCTVയിൽ ലഭ്യമായി. അക്രമികളെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കരീമിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ നാട്ടുകാർ ഉടൻ എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാനായി. പൈക്ക മാളങ്കയിലെ CPIM പ്രവർത്തകൻ അച്യുതനെ വീട് വളഞ്ഞാണ് RSS BJP പ്രവർത്തകർ ഭീകരമായി മർദ്ദിച്ചത്. അച്യുതന്റെ കൈയൊടിഞ്ഞു, ശരീരമാസകലം പരിക്കുണ്ട്. അച്യുതനെ EK നയനാർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രകോപനങ്ങളൊന്നുമില്ലാതെയായിരുന്നു അച്യുതനെ ആക്രമിച്ചത്. 100-100ഓളം ആൾക്കാർ മാളങ്കൈ പ്രദേശത്ത് നിന്ന് സംഘടിച്ച് കത്തിയും വടിയും കുപ്പിച്ചില്ല് തുടങ്ങിയ ആയുധങ്ങളുമായി സംഘടിച്ച് വരുന്ന വഴിയിലാണ് ഈ അച്യുതൻ എന്ന് പറയുന്ന ആളുടെ വീട്. വീട്ടിൽ കയറിയിട്ട് ആദ്യത്തെ അടി വടി കൊണ്ട് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് ആദ്യം അടിക്കുന്നത്. അടിച്ച ഉടനെ ഇയാൾ അവിടെ തന്നെ വീണ് ബോധമില്ലാതെ വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പാർട്ടി ഓഫീസുകൾ, വാഹനങ്ങൾ എന്നിവയ്ക്കു നേരെയും ആക്രമണമുണ്ടായി. CPIMന്റെയും മറ്റ് സംഘടനകളുടെയും കൊടികളും പ്രചാരണ ബോർഡുകളും നശിപ്പിച്ചു. സംഘപരിവാർ പ്രകടനത്തിൽ പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉത്തരേന്ത്യൻ മാതൃകയിൽ ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് BJP RSS ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. RSS നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. വനിതാ മതിലിലൂടെ സ്ത്രീകൾ ഉയർത്തെഴുന്നേറ്റതിൽ സംഘപരിവാർ പരിഭ്രാന്തരായതാണ് ആക്രമണങ്ങൾക്ക് കാരണം. സംസ്ഥാനത്തെമ്പാടും CPIMന്റെയും CPIയുടെയും ഓഫീസുകൾ അടിച്ചു തകർക്കുകയും കടകൾക്ക് തീവയ്ക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരും. മാധ്യമപ്രവർത്തകരെയും RSSകാർ കടന്നാക്രമിക്കുകയാണ്. ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ അനുവദിക്കില്ലെന്നായിരുന്നു RSSന്റെ പ്രഖ്യാപനം. എന്നാൽ അവർ പറയുന്നത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. കേരള ജനത ഹർത്താൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. സ്ത്രീ സമൂഹത്തിന്റെ ഒരു നവോത്ഥാന ഉയർത്തെഴുന്നേൽപ്പ് ഇത് തകർക്കാനാണ് ഭയപ്പെടുത്തുക എന്നുള്ളതിലേക്ക് അവരിപ്പോൾ ചിന്തിക്കുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ആളുകളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ RSSന് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ഇന്ന് നടന്ന സംഭവങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി RSSന്റെ ഈ ഹർത്താൽ ആഹ്വാനം ജനങ്ങൾ പൊതുവിൽ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചപ്പോൾ നടയടച്ച തന്ത്രിയുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ലെന്നും കോടിയേരി പറഞ്ഞു. സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന UDF MPമാരുടെ നിലപാടിനോട് മുസ്ലിം ലീഗ് യോജിക്കുന്നുണ്ടോ എന്നും കോടിയേരി ചോദിച്ചു. അങ്ങനെ വന്നാൽ അയോധ്യയിലും BJP സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നാൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM നേതാവിനെയും CITU പ്രവർത്തകനെയും കൊലപ്പെടുത്താൻ RSS ശ്രമം. CPIM പുതുപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗവും പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ PK മോഹനനാണ് RSS ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. കമ്പിവടിക്ക് തലയ്ക്കടിയേറ്റ മോഹനൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ത്രീവിരുദ്ധ ഹർത്താലിന്റെ മറവിൽ അഴിഞ്ഞാടിയ BJP RSS അക്രമി സംഘം പനിച്ചിക്കാട് പരുത്തുംപാറ കവലയിൽ CPIMന്റെ കൊടിയും ഫ്ലക്സ് ബോർഡുകളും കൊടിമരവും നശിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിന് നേരെ RSS ആക്രമണം നടത്തുകയായിരുന്നു. PK മോഹനെയും അജിത്തിനെയും വളഞ്ഞിട്ട് ആക്രമിച്ചു. മോഹനന്റെ തലപൊട്ടി ചോര ഒഴുകുമ്പോഴും മർദ്ദനം തുടർന്നു. കൈകൾക്കും കാലുകൾക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റ അജിത്ത് അബോധാവസ്ഥയിലാണ്. CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ അക്രമത്തെ അപലപിച്ചു. ഈ സംഭവങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും ജില്ലയിലൊട്ടാകെ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നും നാളെയും നടത്താനായിട്ട് പറഞ്ഞിരുന്നു. ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ചോഴിയക്കാട് സ്വദേശികളായ മനു, സന്തോഷ് എന്നീ RSS പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഇവർക്കെതിരെ കേസെടുക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരം നെടുമങ്ങാട് CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അക്രമം തുടരുന്നു. CPIM ഏരിയ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ P. ഹരികേശൻ നായരുടെ വീടിന് നേരെയും SFI നേതാവ് ഹരിയുടെ വീടിന് നേരെയും RSS ബോംബ് എറിയുകയും കരിപ്പൂര് ബ്രാഞ്ച് സെക്രട്ടറി പ്രമോദിന്റെ വീട് അടിച്ചു തകർക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, 2 ദിവസമായി നെടുമങ്ങാട് പരിസരത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നേരിട്ട് വീണ്ടും പ്രശ്നം അരങ്ങേറിയിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ആളുകൾക്ക്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും CPIM പ്രവർത്തകരുടെ വീടുകൾക്കും ഓഫീസുകൾക്കും നേരെയുള്ള ആക്രമം അത് ഇവിടെ തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഹരികേശൻ നായർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബോംബേർ നടത്തി. ഒപ്പം തന്നെ SFI നേതാവായിട്ടുള്ള ഹരി, ഇതിന് സമീപം തന്നെയാണ് ഹരിയുടെയും വീട്. മന്തൂർക്കോണം, നെടുമങ്ങാട് മന്തൂർക്കോണത്താണ് ഇരുവരുടെയും വീട്. ഇവരുടെ വീടുകൾക്ക് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത്. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത്. ഒപ്പം തന്നെ കരിപ്പൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള പ്രമോദിന്റെ വീട് അടിച്ചു തകർക്കുകയും ചെയ്തു. ഇവർ വീട്ടിലില്ലായിരുന്നത് കൊണ്ട് മാത്രമാണ് വലിയ ഒരു ആളപായം ഉണ്ടാകാതിരുന്നത്. മറ്റൊന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര AC ഓഫീസിന് നേരെ CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു എന്നാണ് ഇപ്പോൾ. അതും പുലർച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ രീതിയിൽ പ്രത്യേകിച്ചും CPIM പ്രവർത്തകരുടെ വീടുകൾ, പാർട്ടി ഓഫീസുകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായും RSS ഈ രീതിയിൽ വലിയൊരു അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ രീതിയിലുള്ള അക്രമ പരമ്പര തന്നെയാണ് രാത്രിയിൽ പോലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, തിരുവനന്തപുരം നെടുമങ്ങാട് CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടായിരിക്കുകയാണ്. ഷിജ, ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നും ഏത് രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? RSS സംഘം തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് CPIM ആരോപിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ചും നെടുമങ്ങാടിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മാത്രം 7 വീടുകളാണ് ഈ രീതിയിൽ തകർക്കപ്പെട്ടത്. പാർട്ടി പ്രവർത്തകരുടെ ഇതേ തുടർന്ന് അവിടെ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ റൂറൽ എസ് തന്നെ ഇടപെട്ടുകൊണ്ട് ഒത്തുതീർപ്പ് ഉണ്ടാക്കി. ആ രീതിയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി വൈകുന്നേരം തന്നെ ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് റൂറൽ എസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. പക്ഷെ അതിനുശേഷവും ഈ രീതിയിലുള്ള അക്രമ പരമ്പര അവരുടെ ഭാഗത്തു നിന്നും തുടരുകയാണ് എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. പ്രത്യേകിച്ചും പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ രീതിയിൽ 2 വീടുകൾക്ക് നേരെ ബോംബേറും മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് നേരെ വലിയ തോതിലുള്ള അക്രമവും ഇവർ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിന് പുറമെയാണ് നെയ്യാറ്റിൻകരയിൽ ഏരിയ കമ്മിറ്റി CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പെട്രോൾ ബോംബ് കൂടി ഇപ്പോൾ എറിഞ്ഞിരിക്കുന്നത്. അത് പുലർച്ചെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. നെടുമങ്ങാട് CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ അക്രമം ഉണ്ടായിരിക്കുകയാണ്. വീടുകൾക്ക് നേരെ ബോംബ് എറിഞ്ഞിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നെടുമങ്ങാട് ഭാഗത്ത് ഈ അക്രമ പരമ്പരകളുടെ തുടർച്ചയെന്നോണം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPIM പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായി നെടുമങ്ങാട് CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ബോംബ് എറിഞ്ഞിരിക്കുന്നു. ഇതിന്റെ വിവരങ്ങളാണ് ഷീജ നൽകിയത്. ഇടവേള. ഇതെവിടെ വന്നു പെട്ടത് രാവിലെ? തിരുവനന്തപുരം നരുവാമൂട്ടിൽ CPIM പ്രകടനത്തിന് നേരെ RSS ബോംബാക്രമണം. ആക്രമണത്തിൽ SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് കൃഷ്ണയുടെ കൈപ്പത്തിക്ക് ഗുരുതര പരിക്ക്. 10ഓളം DYFI CPIM പ്രവർത്തകർക്കും പരിക്ക്. വൈകിട്ട് 6:30 ഇടവക്കോട് വെച്ചാണ് സംഭവമുണ്ടായത്. തിരുവനന്തപുരം പ്രാവച്ചമ്പലത്ത് വൈകിട്ട് 6:30 CPIMന്റെ പ്രകടനം നടക്കുന്നതിനിടെയാണ് RSSകാർ ബോംബെറിഞ്ഞത്. ബോംബേറിൽ SFIയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആകാശ് കൃഷ്ണയുടെ കൈപ്പത്തി അറ്റുതൂങ്ങി. 10 CPIM DYFI പ്രവർത്തകർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആകാശിന്റെ നില ഗുരുതരമാണ്. പ്രവർത്തകരുടെ നേരെ വന്ന ബോംബ് കൈകൊണ്ട് തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആകാശിന് പരിക്കേറ്റത്. ആകാശിനെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ബുധനാഴ്ച രാത്രി നേമം പ്രാവച്ചമ്പലം ഭാഗത്ത് വ്യാപകമായി CPIMന്റെ പ്രചരണ ബോർഡുകളും കൊടികളും നശിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നരുവാമൂട്ട് നിന്നും പ്രാവച്ചമ്പലത്തേക്ക് നടത്തിയ പ്രകടനത്തിലാണ് ഇടവക്കോട് വെച്ച് RSS പ്രവർത്തകർ ബോംബെറിഞ്ഞത്. തിരുവനന്തപുരത്ത് CPIMന് നേരെ RSSകാർ ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. 8 പേരാണ് ഇവിടെ ആശുപത്രിയിൽ കിടന്നത്. ഒരാൾ കിംസിലാണ്. ഗുരുതരമായൊരവസ്ഥയിലേക്കാണ് ജില്ല പോകുന്നത്. സമാധാനം സ്ഥാപിക്കാൻ പോലീസ് കർശനമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്.
കുറ്റവാളികൾ ആരായാലും അവരെ കർശനമായി കൈകാര്യം ചെയ്യാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടി പോലീസ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് തിരുവനന്തപുരത്ത് RSS പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. തിരുമല കുണ്ടവൻ കടവിൽ CPIMന്റെ കൊടിമരം തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് 2 RSS പ്രവർത്തകർ പിടിയിലായി. തടിയൻകുമാർ, രാജേഷ് എന്നിവരെയാണ് പൂജപ്പുര പോലീസ് പിടികൂടിയത്. നെടുമങ്ങാട്ടും മലയൻകീഴും നേരത്തെ RSS പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനവിരുദ്ധ ഹർത്താലിൽ തൃശൂർ ജില്ലയിൽ വ്യാപക അക്രമം. SDPI BJP സംഘർഷത്തിൽ 3 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. പല മേഖലകളിലും ജനം ഹർത്താൽ തള്ളിക്കളഞ്ഞു. കടകൾ തുറക്കുകയും വാഹനങ്ങൾ ഓടുകയും ചെയ്തു. സ്ത്രീവിരുദ്ധ ഹർത്താലിനെ തൃശൂർ നഗരത്തിൽ ജനം പാടെ തള്ളിക്കളഞ്ഞു. അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന കടകൾ തുറന്നു പ്രവർത്തിച്ചു. പോലീസ് സംരക്ഷണയോടെ KSRTC സർവീസ് നടത്തി. സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും സുഗമമായി ഓടി. നഗരത്തിൽ പ്രകടനം നടത്തിയ BJP പ്രവർത്തകർ ബോർഡുകളും കൊടിതോരണങ്ങളും വ്യാപകമായി നശിപ്പിച്ചു. ഗ്രാമീണ മേഖലയിൽ വ്യാപക അക്രമമാണ് BJP സംഘപരിവാർ പ്രവർത്തകർ അഴിച്ചുവിട്ടത്. CPIM ഓഫീസുകൾക്ക് നേരെയും പ്രവർത്തകർക്ക് നേരെയും വ്യാപകമായി അക്രമം ഉണ്ടായി. വടക്കാഞ്ചേരിയിലും മാളയിലും CPIM ഓഫീസുകൾ തല്ലിത്തകർത്തു. കൊടുങ്ങല്ലൂരിൽ DYFI പ്രവർത്തകനെ RSS ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചു. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി മുഹമ്മദ് റിഷാൻ ആണ് ഇരുമ്പ് വടി കൊണ്ടുള്ള മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ റിഷാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ വാടാനപ്പള്ളിയിൽ 3 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. ശ്രീജിത്ത്, സുജിത്ത്, രതീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് സംഘർഷമുണ്ടായത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് SDPI BJP സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് ആക്രമണം നടന്നത്. സ്ഥലത്ത് വലിയ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഹർത്താലിൽ കുടുങ്ങിയ ശബരിമല തീർത്ഥാടകർക്ക് DYFI പ്രവർത്തകർ ഭക്ഷണ വിതരണം നടത്തി. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ ഹർത്താലിന്റെ മറവിൽ നടത്തിയ അക്രമത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ അറസ്റ്റ് തുടരുന്നു. ഇതുവരെ 350ഓളം പേരെയാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തത്. അക്രമികളുടെ പട്ടിക തയ്യാറാക്കിയ പോലീസ് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അറിയിച്ചു. എറണാകുളം റൂറൽ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 33 കേസുകളിലായി 107 സംഘപരിവാർ പ്രവർത്തകരെയാണ് റൂറൽ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPIM പറവൂർ, ആലങ്ങാട് ഏരിയ കമ്മിറ്റി ഓഫീസുകൾക്ക് നേരെ RSS പ്രവർത്തകർ ആക്രമണം നടത്തിയിരുന്നു. വനിതാ പോലീസിനെയും ഭർത്താവിനെയും മർദ്ദിച്ച കേസിലും വടക്കേക്കര പോലീസ് സ്റ്റേഷനു നേരെ കല്ലെറിഞ്ഞ് സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്ത BJP പ്രവർത്തകർ ഉൾപ്പെടെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതേസമയം കൊച്ചി സിറ്റി പരിധിയിലും അക്രമം നടത്തിയതിന് 26 കേസുകളിലായി 250 പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. 33 പേർ കരുതൽ തടങ്കലിലുമാണ്. അക്രമികളായ RSS BJP പ്രവർത്തകരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനാൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. സംഘപരിവാർ അക്രമത്തിൽ പ്രതിഷേധിച്ച് CPIM പ്രവർത്തകർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹർത്താലിൽ ഓരോ സ്ഥലത്തെയും പ്രകടനം പ്രകോപനമില്ലാതെ അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. KSEB സബ്സ്റ്റേഷൻ ആക്രമണം, ബൈക്ക് കത്തിക്കൽ, വാഹനങ്ങൾക്ക് നേരെ കല്ലേറ്, മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം, അങ്ങനെ കൊല്ലത്തും വ്യാപകമായ അക്രമങ്ങളാണ് സംഘപരിവാർ നടത്തിയത്. കൊല്ലം അയത്തിൽ പവർ ഹൌസ് ഓഫീസ് ഹർത്താൽ അനുകൂലികൾ അടിച്ചു തകർത്തു. അവശ്യ സർവീസ് ആയതിനാൽ എല്ലാ ഹർത്താൽ ദിനങ്ങളിലും പവർ ഹൌസ് തുറന്നു പ്രവർത്തിക്കാറുണ്ട്. ആദ്യമായാണ് ആക്രമിക്കപ്പെടുന്നത്. ജനൽ ചില്ലുകളും ഫർണിച്ചറുകളും തകർത്തു. ചിന്നക്കടയിൽ നടന്ന പ്രകടനത്തിന്റെ അവസാന നിരയിൽ നിന്നാണ് അക്രമമുണ്ടായത്. കുറുവടിയുമായെത്തിയ RSS സംഘം ബാനറുകളും ബോർഡുകളും നശിപ്പിച്ചു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ചിതറി ഓടുന്നതിനിടയിൽ കല്ലേറിൽ മംഗളം ഫോട്ടോഗ്രാഫർ ജയമോഹൻ തമ്പിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കിഴക്കേക്കല്ലടയിലും പട്ടാഴിയിലും CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. കരുനാഗപ്പള്ളി പുത്തൻതെരുവിൽ 2 ബൈക്കുകൾ കത്തിച്ചു. CPMന്റെ അജയ് പ്രകാശ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്തു. കല്ലേറിൽ ഒരാൾക്ക് പരിക്കേറ്റു. രാത്രി വരെ ജില്ലയിൽ 13ഓളം KSRTC ബസ്സുകളുടെ ചില്ലുകളാണ് തകർത്തത്. ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് ശേഷമാണ് കൂടുതൽ അക്രമം നടന്നത്. മത്സ്യമേഖലയെ ഹർത്താൽ ബാധിച്ചില്ല. പുനലൂരിൽ ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി KSRTC ബസ് സർവീസ് നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മലപ്പുറത്ത് RSS BJP ഹർത്താലിനിടെ അക്രമങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ പോലീസ് ജാഗ്രതയിൽ. 22 കേസുകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് വ്യാപാരികളുടെയും മാധ്യമപ്രവർത്തകരുടെയും പ്രതിഷേധ മാർച്ചുകൾ ഇന്ന്. മലപ്പുറം ജില്ലയിൽ പൊന്നാനി, ചമ്രവട്ടം, വാഴക്കാട്, എടപ്പാൾ എന്നിവിടങ്ങളിലാണ് സംഘർഷമുണ്ടായത്. ചമ്രവട്ടത്ത് ഹർത്താൽ അനുകൂലികളുടെ അക്രമത്തിൽ പൊന്നാനി CI അടക്കം 7 പേർക്കും എടപ്പാളിൽ 4 പേർക്കും പരിക്കേറ്റിരുന്നു. അക്രമങ്ങളുണ്ടായ ഇടങ്ങളിലും തീരദേശ മേഖലയിലും പോലീസ് കാവൽ തുടരുകയാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്ത 22 കേസുകളിൽ 12 പേർ അറസ്റ്റിലായി. 20ഓളം പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. 5 ഇടങ്ങളിലായി 18 പേരെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി മലപ്പുറം ജില്ലയിൽ മാത്രം 6 CPIM പ്രാദേശിക ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു. കച്ചവട സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ വാഹനങ്ങളും അക്രമി സംഘം നശിപ്പിച്ചു. ശബരിമല ദർശനം നടത്തിയ കനകദുർഗയുടെ വീടിനും പോലീസ് കാവൽ തുടരുകയാണ്.
സംസ്ഥാനത്തെ അക്രമ പരമ്പരകളിൽ പ്രതിഷേധിച്ച് മാധ്യമപ്രവർത്തകരും വ്യാപാരികളും ഇന്ന് മലപ്പുറം നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഹർത്താൽ അതിക്രമങ്ങൾ തടയാൻ പോലീസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് ബ്രോക്കൺ വിൻഡോ എന്ന പേരിലാണ് പോലീസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. ഹർത്താൽ അക്രമങ്ങളിൽ നിലവിൽ സംസ്ഥാനത്ത് 226 പേരെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിൽ സർക്കാർ ഗവർണർക്ക് വിശദ റിപ്പോർട്ട് നൽകും. അക്രമ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ക്രമസമാധാന നില സംബന്ധിച്ച് ഗവർണർ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. അക്രമങ്ങളുടെ വിശദമായ വിവരശേഖരണമാണ് സർക്കാർ ആരംഭിച്ചത്. ഓരോ വിഭാഗത്തിനും നേരെയുണ്ടായ അക്രമങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും കണക്കെടുപ്പിനാണ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. വഴിയാത്രക്കാർ, മാധ്യമങ്ങൾ, പാർട്ടി ഓഫീസുകൾ, വാഹനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ തുടങ്ങി മുഴുവൻ വിഭാഗങ്ങൾക്ക് നേരെയും നടന്ന അക്രമങ്ങളുടെ വിശദ കണക്കെടുപ്പ് നടത്താനാണ് തീരുമാനം. ഈ റിപ്പോർട്ടാകും ഗവർണർക്ക് നൽകുക. സംസ്ഥാനത്തെ പൊതുക്രമസമാധാന നില സംബന്ധിച്ചും മുഖ്യമന്ത്രി ഗവർണറെ ബോധ്യപ്പെടുത്തും. മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറെ സന്ദർശിച്ച് റിപ്പോർട്ട് കൈമാറാനും സാധ്യതയുണ്ട്. ഇന്നലെയാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ ഗവർണർ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് ശേഷം സംസ്ഥാനത്ത് ബിജെപി സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപക അക്രമവും പൊതു സ്വകാര്യ മുതൽ നശീകരണവും നടക്കുന്ന സാഹചര്യത്തിലായിരുന്നു നടപടി. സമാധാനം ഉറപ്പുവരുത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്നും ഗവർണർ ആഹ്വാനം ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംഘപരിവാർ ആക്രമണത്തിൽ തകർന്ന KSRTC ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ വിലാപയാത്ര നടത്തി. സംസ്ഥാന വ്യാപകമായി 100ഓളം KSRTC ബസ്സുകൾ തകർന്നതായും 3.35 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായും KSRTC മാനേജിംഗ് ഡയറക്ടർ ടോമിൻ ജെ തച്ചങ്കരി മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് NSSഉം യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി. സംസ്ഥാനത്തെമ്പാടുമായി നടന്ന RSS അക്രമങ്ങളിൽ 100ഓളം KSRTC ബസ്സുകളാണ് ഇതുവരെ തകർന്നത്. 3,35 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇതുവഴി KSRTCക്ക് ഉണ്ടായതെന്ന് MD ടോമിൻ തച്ചങ്കരി മാധ്യമങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഈ കഷ്ടത്തിലോടുന്ന നഷ്ടത്തിലോടുന്ന ഈ സ്ഥാപനം ഒന്ന് തിരിച്ചു വരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലുകളിൽ KSRTCയെ പ്രധാനമായി ആക്രമിച്ചുകൊണ്ടുള്ള ഇതുപോലെയുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. KSRTCയുടെ ചീഫ് ഓഫീസിൽ നിന്ന് MD തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ തിരുവനന്തപുരം നഗരത്തിൽ പ്രകടനം നടത്തി. തൊട്ടു പിന്നിലായി KSRTC ബസ്സുകൾ നിരനിരയായി സ്റ്റാച്യുവിലേക്ക് വിലാപയാത്ര നടത്തി. ശബരിമലയിൽ സ്ത്രീകൾ ദർശനം നടത്തിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TV മലബാർ മേഖല ചീഫ് PV കുട്ടൻ എഴുതിയ പടവിറങ്ങി അഞ്ചനപ്പുഴയിലേക്ക് പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ മാതമംഗലത്ത് നടക്കും. ജോൺ ബ്രിട്ടാസ് പ്രകാശന കർമ്മം നിർവഹിക്കും. TV രാജേഷ് MLA പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങും. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ, കവി രാവുണ്ണി തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കും. M മുകുന്ദനാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയത്.